നമസ്കാരം. രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവിനെയാണ് പ്രമേഹം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുന്ന ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കാത്തതോ പ്രതികരിക്കാതിരിക്കുന്നതോ ആണ് ഇതിന്റെ പ്രധാന കാരണം. പ്രമേഹ രോഗികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ചികിത്സകൾ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നു കിംസ് ഹെൽത്ത് എൻഡോക്രൈനോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അഖിൽ കൃഷ്ണ. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടർ പറഞ്ഞതുപോലെ ഈ പ്രമേഹം എന്നുള്ളത് ഇപ്പോൾ ഒരു സർവ്വസാധാരണമായി തന്നെ നമ്മൾ കാണുന്നതാണ്. അതിപ്പോൾ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഒക്കെ ചെറുപ്പക്കാർക്കും ഒക്കെ ഈ ഒരു രോഗം കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം? നമുക്കത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പ്രമേഹം പ്രധാനമായിട്ടും രണ്ട് തരമുണ്ട്. ടൈപ്പ് 1 പ്രമേഹം, അതിനകത്ത് നമുക്ക് ബോഡിക്കകത്ത് ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് കൂടുതലും കുട്ടികളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ടൈപ്പ് 2 പ്രമേഹമാണ് 90% കൂടുതലും ആളുകൾ കണ്ടുവരുന്നത്. അത് നമുക്ക് ബോഡിക്കകത്ത് ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാത്ത അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. ഈ ടൈപ്പ് 2 പ്രമേഹം കൂടുതലും അമിതവണ്ണം ഉള്ളവരിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പൊ പ്രമേഹം കൂടുതൽ കണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് ടൈപ്പ് 2 പ്രമേഹം കൂടുന്നു എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിത ശൈലികളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. അതായത് നമ്മുടെ ഭക്ഷണത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമക്കുറവ്, പിന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ്, ഇതൊക്കെയാണ് ഈ ടൈപ്പ് 2 പ്രമേഹം കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഭക്ഷണത്തിൽ മെയിനായിട്ട് നമുക്ക് അന്നത്തിന്റെ കാർബോഹൈഡ്രേറ്റ്സ് കൂടിയ ഭക്ഷണം കഴിക്കുക, അതുപോലെ അൾട്രാ പ്രോസസ്ഡ് ഫുഡ്, അത് റെഡിയായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഫാസ്റ്റ് ഫുഡ്സ് കൂടുതലെടുക്കുക, മധുരം കൂടുതൽ ഉപയോഗിക്കുക, ബേക്കറി ഐറ്റംസ് കൂടുതലെടുക്കുക. അപ്പൊ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കൂടുതലെടുക്കുന്ന ആൾക്കാരിൽ വണ്ണം കൂടുന്നത് കാരണം വരുന്നതാണ് ഈ ടൈപ്പ് 2 പ്രമേഹം. അപ്പൊ അത് പ്രത്യേകിച്ച് കുട്ടികളിലും ചെറിയ പ്രായക്കാരിലും ഇപ്പൊ കൂടുതലായിട്ട് ടൈപ്പ് 2 പ്രമേഹം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു, അതിലേക്ക് ഞാൻ വരാം. അതിന് മുൻപ് ഒരു ചോദ്യം, ഈ വാല്യൂസിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ എത്ര വാല്യൂ ആവുമ്പോഴാണ് ഇത് പ്രമേഹ രോഗിയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്? അല്ലെ അതുപോലെ തന്നെ ഏത് ലെവൽ വരെ എത്തുമ്പോഴാണ് ഇത് കൺട്രോളിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ ഒരു ആ വാല്യൂ നോക്കുമ്പോൾ അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഇപ്പൊ നമുക്ക് പ്രമേഹത്തിന് പ്രധാനമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഫുഡൊന്നും കഴിക്കാതെ 8-12 hours ഗ്യാപ്പിൽ നോക്കുന്ന ഒരു രക്തപരിശോധനയാണ് ഫാസ്റ്റിംഗ് ഷുഗർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോർമലി ഒരു പ്രമേഹമില്ലാത്ത രോഗികളിൽ അല്ലെങ്കിൽ പ്രമേഹമില്ലാത്ത ഒരാളിൽ കാണേണ്ട വാല്യൂ എന്ന് പറയുന്നത് 100-ന് താഴെയാണ്. ഒരു 101-നും 125-നും ഇടയ്ക്കാണ് അത് വരുന്നതെങ്കിൽ അത് പ്രീ ഡയബറ്റിസ് എന്ന സ്റ്റേജിലാണ് പറയുന്നത്. 126-നോ മുകളിലോ ആണ് ഫാസ്റ്റിംഗ് ഷുഗർ എങ്കിൽ നമുക്ക് പ്രമേഹം ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ടെസ്റ്റ് നമുക്ക് HbA1c, അതായത് 3 മാസത്തെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ സൂചിപ്പിക്കുന്ന ടെസ്റ്റാണ് HbA1c. ഷുഗർ ഇല്ലാത്ത ഒരാൾക്കത് 5.6-ന് താഴെയാണ് വരേണ്ടത്. ഒരു 5.7 മുതൽ ഒരു 6.4 വരെ ആണെങ്കിൽ അത് ഒരു പ്രീ ഡയബറ്റിസ് എന്ന സ്റ്റേജിൽ വരും. 6.5 അതിൽ മുകളിലോ ആണ് HbA1c എങ്കിൽ നമുക്ക് ഡയബറ്റിസ് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഒരു ടെസ്റ്റ് നമുക്ക് ആ ഫുഡിന് ശേഷമുള്ള ഒരു പരിശോധന. നമ്മൾ നോർമലി ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന പരിശോധനയല്ല. നമുക്ക് ഷുഗർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത പരിശോധന ഗ്ലൂക്കോസ് കഴിച്ച് 2 മണിക്കൂറിന് ശേഷം ടെസ്റ്റ് ചെയ്ത പരിശോധനയാണ് OGTT എന്ന് പറയും. അപ്പൊ അത് ഒരു ഷുഗർ ഇല്ലാത്ത ഒരാൾക്ക് 140-ന് താഴെ നിൽക്കണം. 140-നും 200-നും ഇടയ്ക്കുള്ള വാല്യൂ ആണെങ്കിൽ പ്രീ ഡയബറ്റിസ് എന്ന് പറയാം. 200-ന് മുകളിലാണ് ഗ്ലൂക്കോസിന് ശേഷം 2 മണിക്കൂറിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാര അളവെങ്കിൽ അത് ഡയബറ്റിസ് എന്ന് പറയാം. അപ്പൊ ഈ 3 വാല്യൂസ് ആണ് നോക്കേണ്ടത്. ഫാസ്റ്റിംഗ് 126 അതിൽ കൂടുതൽ വരുന്നത്, HbA1c 6.5 കൂടുതൽ വരുന്നത്, അതുപോലെ ഗ്ലൂക്കോസ് കഴിച്ച് 2 മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ 200-ന് മുകളിൽ വരുന്ന വാല്യൂ ആണെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ തന്നെ നമുക്ക് ഡയബറ്റിസ് ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞതിലേക്ക് ഞാൻ വരികയാണ്. ഈ ഭക്ഷണത്തിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞല്ലോ. ഭക്ഷണത്തിൻ്റെ ഒരു അപാകത, എക്സസൈസ് ഇല്ലാത്തത്, ഓവർ സ്ട്രെസ്, അതൊക്കെയാണ് ഈ പ്രമേഹത്തിൻ്റെ ഒരു പ്രധാന കാരണങ്ങളെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഓരോ നമ്മൾ നോക്കുമ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ അപാകതകൾ എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് മാത്രം വലിയ രീതിയിലുള്ളൊരു പ്രമേഹം വരാനുള്ളൊരു സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഭക്ഷണം ക്രമീകരിക്കുന്ന ഒരാൾ ഈ പറഞ്ഞതുപോലെ എക്സസൈസോ അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുക, അമിതമായിട്ടുള്ളൊരു സ്ട്രെസ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഈ ഒരു പ്രമേഹം വരാനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഭക്ഷണം ഒരു ഫാക്ടർ മാത്രമാണ്. ഭക്ഷണം മാത്രമല്ല പ്രമേഹം വരാനുള്ള കാരണം. അപ്പൊ നമ്മുടെ ഭക്ഷണം, വ്യായാമം, നമ്മുടെ ഈ ഒരു സ്ട്രെസ് ലെവൽസ് ഒക്കെ, അത് കൂടാതെ നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ കുടുംബത്തില് പ്രമേഹ രോഗികൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ചെറിയ പ്രായങ്ങളിൽ പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർ കുറച്ചും കൂടി നമ്മുടെ ജീവിത ശൈലികളിലാണ്. ജനറ്റിക് കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ആളുകളിൽ ജീവിതശൈലികളിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ തന്നെ നമ്മൾ കുറച്ച് മുൻകരുതൽ എടുക്കേണ്ടി വരും. ഭക്ഷണത്തിലാണെങ്കിലും
നമ്മുടെ വ്യായാമത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധ പുലർത്തിയ നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ലെവലിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പ്രമേഹം വന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നത് ആദ്യം തന്നെ കണ്ടെത്തുക, തുടക്കത്തിൽ തന്നെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ ലക്ഷണമാവുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു പരിശോധനയ്ക്കായി പോകേണ്ടത്? പ്രമേഹമുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് വരാനുള്ളൊരു സാധ്യത അത് ഏതൊക്കെ തരത്തിലുള്ളൊരു ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുവരുമ്പോഴാണ്? പ്രമേഹം നമുക്ക് ലക്ഷണമായിട്ട് വരുന്ന പ്രത്യേകിച്ച് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായിട്ട് കൂടുമ്പോൾ മാത്രമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂസ് ഒക്കെ ഒരു ബോർഡർ ലൈൻ വാല്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ കാണണം എന്ന് നിർബന്ധമില്ല. ഇപ്പം ഒരുപാട് ഷുഗർ കൂടുമ്പോൾ രോഗിക്ക് എന്തായാലും പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ കാണണം. അത് പ്രധാനമായിട്ട് നമുക്ക് അമിതമായിട്ട് ദാഹം ഫീൽ ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകണം എന്നൊരു ടെൻഡൻസി വരാം, നമുക്ക് വണ്ണം അമിതമായിട്ട് കുറയാം, അതുപോലെ അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാം. പിന്നെ നമുക്ക് അതുകൂടാതെ നമുക്ക് പ്രമേഹമായിട്ട് ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേഷൻസിലോട്ട് വരുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളും വരാം. പക്ഷെ ഇതെല്ലാം ഒരു പരിധി കൂടുതൽ ഷുഗർ കൂടുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അത് അനുഭവപ്പെടുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പ്രമേഹം ഒരു 45 വയസ്സിനൊക്കെ മുകളിലുള്ളവർക്ക് നമുക്ക് ഇടയ്ക്ക് ഒരു once in 3 years എങ്കിലും ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്കത് മുൻകരുതൽ എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് പ്രമേഹത്തിന്റെ പരിശോധന അറ്റ്ലീസ്റ്റ് ഒരു ഫാസ്റ്റിംഗ് ഷുഗറും HbA1c നമുക്ക് ഒരു once in 3 years ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. ലക്ഷണങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അതാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിലേക്ക് ഞാൻ വരികയായിരുന്നു. അതായത് ഇപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഈ പ്രമേഹം ഉണ്ടെങ്കിൽ മക്കൾക്കും സാധാരണ വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണെന്ന് പറയും. അങ്ങനെ ഒരു ധാരണ പൊതുവേ ഉണ്ട്. ധാരണയാണോ അത് സത്യമാണോ എന്നുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്തായാലും ഷുഗർ വരും, ഷുഗർ ഉണ്ട് എന്നുള്ള തരത്തിലേക്ക് അതിലൊരു കാര്യമുണ്ടോ? അത് ഒരു ഹെറിഡിറ്ററി എന്നുള്ള രീതിയിൽ ഉറപ്പായും വരുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിന് ഉത്തരം ആണ് നമുക്ക് ഇതിലൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് പ്രമേഹത്തിന്റെ കാരണങ്ങൾ നമുക്ക് ജനറ്റിക് ഫാക്ടേഴ്സ് അല്ലെ ഹെറിറ്ററി ഫാക്ടേഴ്സ് ഒരു ഫാക്ടറാണ്. അങ്ങനെയുള്ളവർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ ബാക്കി അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറല്ല ജനറ്റിക് ഫാക്ടേഴ്സ് അല്ലെ ഹെറിറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ് വരുത്താൻ പറ്റുന്നത്. ഭക്ഷണത്തിലാണെങ്കിലും വ്യായാമത്തിലാണെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് വ്യായാമം ശ്രദ്ധിക്കണം. ഒരു ഡെയിലി ഒരു 30 to 45 minutes എങ്കിലും എക്സസൈസ് നമ്മുടെ ഡെയിലി റുട്ടീനിന്റെ പാർട്ടായിട്ട് ഉണ്ടാവണം. ഭക്ഷണത്തിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് അളവ് കുറച്ചെടുക്കുക. പ്രോട്ടീൻ ഇൻടേക്ക് അത്യാവശ്യം ഉണ്ടാവണം. ഫൈബറുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലെടുക്കുക. കട്ട് ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം. നമുക്ക് ആപ്പിൾ, ഓറഞ്ച്, ഗോവ അതൊക്കെയുള്ള ഫുഡ് ഐറ്റംസ് എടുക്കാം. ഫ്രൂട്ട് ജ്യൂസസ് കുറയ്ക്കുക. പിന്നെ നമ്മളിപ്പോൾ ഇത് മെയിൻ ആയിട്ടുള്ള ഒരു അമിതവണ്ണം വരാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ഈ ജീവിതശൈലി വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ വർക്ക് സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ റെഡി ടു ഈറ്റ് ഫാസ്റ്റ് ഫുഡ്സ്, അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന നമ്മുടെ മെയിനായിട്ടുള്ള ഫാക്ട് അമിതവണ്ണമാണ്. അത് കൂടാതെ തന്നെ ചിലപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലപ്പം പുറത്ത് ഒരുപാട് വണ്ണം ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഫാറ്റ് കൂടുതലായിട്ട് നമ്മുടെ പല പല അവയവങ്ങളിലും കൂടുതൽ സ്റ്റോർ ചെയ്യും. വയറിൽ കൂടുതൽ ഫാറ്റ് ഡെപ്പോസിഷൻ വരും, വിസറൽ ഫാറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ പാൻക്രിയാസിൽ കൂടുതൽ ഫാറ്റ് വരും. അപ്പൊ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഒരുപാട് വണ്ണം കൂടുതൽ തോന്നിയില്ലെങ്കിൽ പോലും നമുക്കൊരു ഒരു അമേരിക്കയിലുള്ള ആളോ അല്ലെങ്കിൽ ബ്രിട്ടനുള്ള ആളോ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വണ്ണത്തിന്റെ ഒരു കമ്പയറുള്ള ആളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രമേഹത്തിന്റെ റിസ്ക് വളരെ കൂടുതലാണ്. അത് ഈ പറയുന്ന ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലായിട്ട് നമുക്ക് വയറിലോട്ടും മറ്റുള്ള അവയവങ്ങളിലോട്ടും കൂടുതൽ വരുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫാക്ടേഴ്സ്, ഇപ്പൊ ഹെറിറ്ററി ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധാലുവാവണം. നമുക്ക് എന്തായാലും വരും എന്നുള്ള ഒരു ആംഗിൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രമേയം എന്തായാലും വരും. പക്ഷെ അതിന്റെ തീവ്രതയും കൂടുതലായിരിക്കും. അതിലുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള റിസ്ക്കും വളരെ കൂടുതലായിരിക്കും. പക്ഷെ പല പേഷ്യൻസും പറയുന്ന ഹിസ്റ്ററി ഉള്ള പേഷ്യൻസ് പലരും നല്ല രീതിയിൽ പ്രമേഹം നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ തന്നെ കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അത് നേരത്തെ തന്നെ അവരുടെ തന്നെ ഒരു ശ്രമം കൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. മറ്റൊരു ചോദ്യമുള്ളത്, ഈ പ്രമേഹം വന്ന ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെയൊക്കെ പ്രമേഹം വന്നു, അത് കണ്ടുപിടിച്ചു എങ്കിൽ അത് പൂർണ്ണമായി മാറാനുള്ളൊരു സാധ്യത അത് എത്രത്തോളമാണ്? അത് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? അതോ ഈ തുടക്കത്തിൽ തന്നെ ഇത് എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നോ അതിനെ തുടർന്നുള്ള ഒരു ജീവിത രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പ്രമേയം പൂർണ്ണമായും ഒഴിവാകും അല്ലെങ്കിൽ പൂർണ്ണമായും മാറുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ?
പ്രമേഹം നമുക്ക് പറഞ്ഞ സൂചിപ്പിച്ചതുപോലെ രണ്ടു തരം പ്രമേഹം ഉണ്ട്, ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ഈ ടൈപ്പ് 1 പ്രമേഹം, അതായത് ബോഡിക്കകത്ത് ഇൻസുലിൻ നമുക്ക് ആവശ്യം ഉണ്ടാവാത്ത അവസ്ഥ ടൈപ്പ് 1 പ്രമേഹം. ടൈപ്പ് 1 പ്രമേഹത്തിന് നമുക്ക് ഈ പറയുന്ന ചോദ്യം ഒറ്റ ഉത്തരേ ഉള്ളൂ, നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ചികിത്സയും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതിനെ നമ്മൾ പ്രമേഹം ടൈപ്പ് 1 ടൈപ്പ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇൻസുലിൻ തന്നെ എടുക്കണം. അപ്പൊ അതിനകത്ത് വേറെ ചോദ്യമൊന്നുമില്ല. രണ്ടാമത് ടൈപ്പ് 2 പ്രമേഹം. ടൈപ്പ് 2 പ്രമേഹം നമുക്ക് അമിതവണ്ണം ഉള്ളവരിൽ ആണ് ടൈപ്പ് 2 പ്രമേഹം വരുന്നതെങ്കിൽ നമ്മുടെ വണ്ണം കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അവിടെയും പ്രമേഹം മാറി എന്നല്ല, നമുക്ക് പ്രമേഹം പലപ്പോഴും മരുന്നുകളുടെ സഹായമില്ലാതെ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോ പ്രമേഹം എന്ന് പറയുന്ന അസുഖത്തിന് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനുള്ള ചികിത്സ ആരും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഈ പറയുന്ന അമിതവണ്ണം ഉള്ളവരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് അവർക്ക് പ്രമേഹത്തിന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. മരുന്നുകളുടെ സഹായമില്ലാതെ തന്നെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. തിരിച്ച് അവര് വീണ്ടും വണ്ണം കൂടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ വ്യത്യാസം വരുമ്പോഴത്തേക്കോ വീണ്ടും പ്രമേഹം കൂടാനുള്ള, ഷുഗർ ലെവൽ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മളിതിൻ്റെ ചികിത്സയിലേക്ക് വരുമ്പോൾ ഇതിൽ ഗുളികയും ഇൻസുലിനും രണ്ടും ഉപയോഗിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുന്നത്? അങ്ങനെ നമുക്ക് പറയാൻ കഴിയും. ഈ അല്ലെങ്കിൽ തന്നെ ആർക്കൊക്കെ ഈ ഇൻസുലിൻ ആണ് നൽകേണ്ടത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ ഗുളിക നൽകേണ്ടത്? അത് ഈ വാല്യൂ അനുസരിച്ചാണോ, അതോ ഇതിൽ രണ്ടും ഏതാണ് ഏറ്റവും സുരക്ഷിതം, അല്ലെങ്കിൽ ആളുകൾ കുറച്ചുകൂടെ നല്ലത് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് ഇൻസുലിനാണോ ഗുളികയാണോ എന്ന് പറയാൻ കഴിയുമോ? അതെ, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുപാട് രോഗികൾക്കുള്ള ഒരു സംശയമാണ് അതൊക്കെ. അപ്പം ഗുളികകളും ഇൻസുലിൻ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോ നമ്മൾ സാധാരണഗതിയിൽ പ്രമേഹം തുടങ്ങുന്ന ഒരാളിൽ ഗുളികളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഒക്കെ പറയുമ്പോഴത്തേക്കും രോഗികൾക്ക് എടുക്കാൻ, ഇത് ഞാൻ പറയുന്നത് ടൈപ്പ് 2 പ്രമേഹത്തിനെ കുറിച്ച് മാത്രമാണ്. ടൈപ്പ് 1 പ്രമേഹത്തിന് ഒരു ചികിത്സയുള്ള ഇൻസുലിൻ മാത്രമാണ്. അപ്പൊ അവിടെ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. ടൈപ്പ് 2 പ്രമേഹത്തിന് നമുക്ക് ഗുളികയുണ്ട്, ഇൻസുലിനും ഉണ്ട്. തുടക്കത്തിൽ നമ്മുടെ ഈ പറയുന്ന അമിതവണ്ണമുള്ളവരാണെങ്കിൽ വണ്ണം കുറയ്ക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. അത് കൂടാതെ നമുക്ക് പ്രമേഹം നല്ല രീതിയിൽ കൂടുതലുണ്ടെങ്കിൽ ഗുളികയും കൂടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരുപാട് പ്രമേഹം, ഫോർ എക്സാമ്പിൾ HbA1c ഒക്കെ 10 മുകളിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ ആണ് റെക്കമെൻഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. പക്ഷെ പലപ്പോഴും അവർക്ക് നമുക്ക് ഗുളിക സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പൊ ഗുളികയുടെ ഗുണം എന്ന് പറയുന്നത് പല ഗുളികകളും പുതിയതായിട്ട് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല മരുന്നുകൾക്കും ഷുഗർ കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, അത് കൂടാതെ നമുക്ക് വേറെയും ബാക്കിയുള്ള അവയവങ്ങളുടെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്ന പ്രോപ്പർട്ടീസും കൂടെ ഉണ്ട്. പലപ്പോഴും ഗുളികകളോടുള്ള ഒരു പേടി രോഗികൾ കാണിക്കുന്നത് ഈ ഗുളിക കാരണം നമുക്ക് കിഡ്നിക്ക് പ്രശ്നം വരും, ലിവറിന് പ്രശ്നം വരും, ഹാർട്ടിന് പ്രശ്നം വരും, അതായത് അവയവങ്ങളെ ബാധിക്കും ഇത് കാരണം, ഈ ഗുളിക കാരണം അല്ലെങ്കിൽ ഗുളികയുടെ സൈഡ് എഫക്ട് കാരണം എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. പ്രത്യേകിച്ച് കിഡ്നിനെ ബാധിക്കുന്ന പേടിയാണ്. അത് പൂർണ്ണമായിട്ടും ശരിയല്ല. പലപ്പോഴും നമുക്ക് പ്രമേഹം കൺട്രോൾ അല്ലാത്തൊരു രോഗിയില് നമുക്ക് പ്രമേഹത്തിന്റെ വർഷങ്ങൾ കഴിയും തോറും ഇത് നമ്മൾ ഓരോരോ അവയവങ്ങളെ ബാധിച്ചെടുക്കുന്നതാണ്. പ്രത്യേകിച്ച് കിഡ്നികളെ ബാധിക്കാൻ റിസ്ക് വളരെ കൂടുതലാണ്. അപ്പൊ അവിടെ മരുന്നല്ല വില്ലൻ, പ്രമേഹമാണ് വില്ലൻ. അപ്പൊ പ്രമേഹം അൺകൺട്രോൾ നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് കിഡ്നികളെ ബാധിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾക്ക് നേരത്തെ പ്രമേഹം കണ്ടുപിടിക്കുകയും കറക്റ്റായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിലൂടെയും മരുന്നുകളിലൂടെയും കൺട്രോൾ നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ള ചില പുതിയ മരുന്നുകൾ, പുതിയ ഗുളികൾക്ക്, ഫോർ എക്സാമ്പിൾ SGLT ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ്. ഒരുപാട് ആ മരുന്ന് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഡാപ്പാഗ്ലിഫ്ലോസിൻ, എംപാഗ്ലിഫ്ലോസിൻ, കാനാഗ്ലിഫ്ലോസിൻ എന്നൊക്കെ പറഞ്ഞുള്ള ഗ്രൂപ്പിലുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അത്തരം മെഡിസിൻസ്, ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ, അത്തരം മെഡിസിൻസ് ഒക്കെ കിഡ്നി ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യുന്ന മരുന്നുകളാണ്. അതുപോലെ മെറ്റ്ഫോമിൻ, നമുക്ക് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റ്ഫോമിൻ നമ്മുടെ ഈ ഇൻസുലിന്റെ പ്രവർത്തനത്തെ ഇംപ്രൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന നല്ല മരുന്ന് മെറ്റ്ഫോമിൻ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് നല്ല പ്രോപ്പർട്ടി, നല്ല വശങ്ങൾ ഗുളികകൾക്കുണ്ട്. പക്ഷെ പല മരുന്നുകളും നമുക്ക് പ്രമേഹം കാരണം കിഡ്നിയുടെ ഫംഗ്ഷൻ ഒരു പരിധിക്കുള്ളിൽ കുറഞ്ഞിട്ടുള്ള രോഗികൾക്ക് പല ഗുളികകളും കൊടുക്കാൻ പറ്റില്ല. നമ്മളത് കിഡ്നിയുടെ ക്രിയാറ്റിൻ ലെവൽസും യൂറിനകത്തുള്ള പ്രോട്ടീന്റെ അളവൊക്കെ നോക്കിയിട്ട് അവരുടെ കിഡ്നി ഫംഗ്ഷൻ ഒക്കെ അസസ് ചെയ്യും. എന്നിട്ടാണ് നമുക്ക് ഗുളിക സേഫ് ആണോ അതോ ഇൻസുലിൻ തന്നെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ കിഡ്നിയുടെ ഫംഗ്ഷനുള്ള ഒരു മേജർ ഫാക്ടറാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുന്ന സമയത്ത്. അത് കൂടാതെ നമുക്ക് പ്രമേഹത്തിന്റെ കൂടെ അവർക്ക് വേറെ എന്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ട്,
ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഒരു രോഗിയാണ്, ഒരുപാട് ഇൻഫെക്ഷനുകൾ അഡ്മിറ്റ് ആവുന്ന രോഗിയാണെങ്കിൽ ആ സമയത്ത് പലപ്പോഴും നമുക്ക് പല ഗുളികയും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് ഇൻസുലിൻ ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ആ രോഗിയുടെ രോഗാവസ്ഥയും ബാക്കിയുള്ള സാഹചര്യങ്ങളോട് കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഷുഗറിന് ഇൻസുലിൻ വേണം ഗുളിക വേണം തീരുമാനിക്കുന്നത്. ഷുഗറിന്റെ അളവ് വീണ്ടും അളവ് വെച്ച് മാത്രം ആയിരിക്കത്തില്ല. ഇൻസുലിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രോഗിക്കും ഏതൊരു പ്രമേഹ രോഗിക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. പക്ഷെ ഇൻസുലിൻ എന്ന് പറയുന്നതിന്റെ മെയിൻ പ്രശ്നം ഇഞ്ചക്ഷൻ ആണ്. ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരാം, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഇഞ്ചക്ഷൻസ് 2, 3, 4 പ്രാവശ്യം എടുക്കേണ്ടി വരുന്ന രോഗികളുണ്ട്. അപ്പൊ ഇഞ്ചക്ഷൻ എടുക്കണം, പല പ്രാവശ്യം എടുക്കണം. പിന്നെ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഇൻസുലിൻ എപ്പോഴും എല്ലാം കുറച്ച് പവറുള്ള മരുന്നുകളാണ്. നമ്മുടെ ഫുഡുമായിട്ട് മാച്ചായി പോകുന്നില്ല, ചിലപ്പോൾ ഷുഗർ കുറഞ്ഞു പോകാം. അപ്പം ആ ഒരു രീതിയിലുള്ള കുറച്ചുകൂടെ ഇൻസുലിൻ എടുക്കുന്ന രോഗികൾക്ക് കുറച്ചും കൂടി നമുക്ക് ഷുഗർ കറക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ അവർ പരിശോധിച്ച് നോക്കണം, ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട്. അതനുസരിച്ച് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തേണ്ടി വരും. കുറച്ചും കൂടി രോഗി കെയർഫുൾ ആയിരിക്കണം ഇൻസുലിൻ എടുക്കുമ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇൻസുലിൻ സേഫ് ആണ്, രണ്ടും സേഫ് ആണ്. അത് കറക്റ്റ് ആയിട്ടുള്ള രോഗിയിൽ കറക്റ്റ് ആയിട്ടുള്ള ചോയ്സ് നമ്മൾ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അല്ല, ഈ പല രോഗികൾക്കും രണ്ടും കൂടി ചേർത്ത് ഗുളികയും ഇൻസുലിനും കൂടി ചേർത്ത് നമുക്ക് കൊടുക്കേണ്ടി വരാറുണ്ട്. അത് രണ്ടിനും അതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പൊ അത് ബാലൻസ് ചെയ്ത് പോകുക. ഇത് രണ്ടും നമുക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് ഷുഗറിന്റെ അളവ് മോണിറ്റർ ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഇൻസുലിനും ഗുളിക ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പിന്നീട് ഭക്ഷണ ക്രമീകരണവും വ്യായാമവും ഒക്കെ കൊണ്ട് പ്രമേഹം ഒന്ന് കൺട്രോളിൽ എത്തിയെന്നിരിക്കട്ടെ. അങ്ങനെയുള്ളപ്പോൾ ഈ ഇൻസുലിൻ പൂർണ്ണമായി ഒഴിവാക്കുന്നത് ശരിയായിരിക്കുമോ? അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇതും ടൈപ്പ് 1 പ്രമേഹത്തിന് ആപ്ലിക്കബിൾ അല്ല. ടൈപ്പ് 1 പ്രമേഹത്തിന് ഈ പറയുന്ന ഇൻസുലിൻ നിർത്തുന്ന ഒരവസ്ഥ വളരെ റയർ ആയിട്ട്, അത് തുടക്കത്തിൽ ടൈപ്പ് 1 ഡയബറ്റീസിന്റെ ഒരു ഹണിമൂൺ ഫേസ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ ചിലപ്പോൾ ഒരു ചെറിയ ഫ്യൂ മന്ത്സ് ചിലപ്പോൾ മാത്രം ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് ഇൻസുലിൻ നിർത്താൻ പറ്റും. ടൈപ്പ് 2 ഡയബറ്റീസിന്റെ കാര്യത്തിൽ ഇൻസുലിൻ പലർക്കും നമുക്ക് നിർത്താൻ പറ്റാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ അമിതവണ്ണം ഉള്ളവർക്ക് വണ്ണം കുറയ്ക്കുകയും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിക്കകത്തുള്ള ഇൻസുലിനെ കുറച്ച് ബെറ്ററായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഇൻസുലിൻ കൊടുക്കുന്ന രോഗിയാണ് ചിലപ്പോൾ നിർത്താൻ പറ്റിയേക്കും. ഇപ്പൊ ചില പുതിയ മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ്. ലൈക്ക് വീക്ക്ലി എടുക്കുന്ന, വൺസ് എ വീക്ക് എടുക്കുന്ന ചില ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. ഇൻസുലിൻ അല്ലാതെ GLP-1 ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസിനകത്ത് വരുന്ന, പലരും സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയും കണ്ടിട്ടുണ്ടാവും. അത്തരം മെഡിസിൻസ് അതിന്റെ ഗുണം എന്ന് പറയുന്നത് അത് പ്രമേഹത്തിന് വേണ്ടി മാത്രമല്ല, അത് അമിതവണ്ണത്തിനും ബാക്കിയുള്ള ഫാറ്റ്, ലിവർ, കിഡ്നി ഫംഗ്ഷൻ എല്ലാം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള മരുന്നുകളാണ്. അതിന്റെ ഗുണം നമുക്ക് ഈ പറയുന്ന ഈ ടൈപ്പ് പ്രമേഹത്തിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ അമിതവണ്ണമാണ്. അപ്പൊ ആ റൂട്ട് കോസ് ട്രീറ്റ് ചെയ്യുന്നത് കാരണം നമുക്കത് ഈ ഇൻസുലിൻ എടുക്കുന്ന പല രോഗികൾക്കും ഇൻസുലിൻ നിർത്താൻ നമുക്ക് പറ്റാറുണ്ട് ഈ ഇഞ്ചക്ഷൻ കാരണം. പക്ഷെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അത് കുറച്ച് വിലയുള്ള മരുന്നുകളാണ്, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി വരുന്ന മെഡിസിൻസ് അല്ല എന്നുള്ളതാണ്. സേഫ്റ്റി വൈസ് അത് സേഫുമാണ്. സോ എന്താണെങ്കിലും നമുക്ക് ഇൻസുലിൻ എടുക്കുന്ന പല രോഗികളും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണെന്ന് എപ്പോഴും നിർത്താൻ പറ്റും എന്നുള്ളത്. ഇപ്പൊ ടൈപ്പ് ഡയബറ്റീസിൽ ഇൻസുലിൻ നിർത്തണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാരണങ്ങൾ വരണം. ഒന്നുകിൽ നമുക്ക് വണ്ണം ഉള്ള ആൾക്കാണെങ്കിൽ ആ വണ്ണം അവരുടെ ഒന്നുകിൽ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് മോഡിഫൈ ചെയ്തിട്ട് അത് കുറയ്ക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന മെഡിസിൻസ് എടുത്തിട്ട് കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുന്നവർക്ക് പലപ്പോഴും നമുക്ക് ഇൻസുലിൻ നിർത്താൻ പറ്റാറുണ്ട്. ഇതേ ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുക. അതായത് ഈ ഇടയ്ക്ക് പോയി മധുരം കഴിക്കുമ്പോൾ ഈ ഷുഗർ കൂടുകയാണ്, പിന്നീട് അത് കുറയുകയും ചെയ്യും. ഈ പായസം പോലുള്ള അത്തരം മധുരമൊക്കെ കഴിക്കുമ്പോൾ പിന്നീട് ഷുഗർ കുറഞ്ഞു വരും. അങ്ങനെയുള്ളപ്പോഴും ഈ ഇൻസുലിനും ഗുളികയും മാറ്റിവെക്കുന്നത് അതിലെന്തെങ്കിലും ദോഷം ഉണ്ടാകാറുണ്ടോ? അത് ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഷുഗർ വീണ്ടും കൂടാനുള്ളൊരു സാധ്യതയുണ്ടോ? ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴും ഓണൊക്കെ വരുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള മധുരം എടുക്കാനുള്ള താല്പര്യമുള്ളവരാണ്. അപ്പൊ നമുക്ക് അത് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ വൺസ് ഇൻ എ വൈൽ എടുക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നുള്ള ഇത് നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. പക്ഷെ ഈ പറയുന്ന ഷുഗേഴ്സ് എടുത്ത് നമുക്ക് ആഹാരം ശ്രദ്ധിച്ചില്ലെങ്കിലുള്ള പ്രശ്നം നമുക്ക് മരുന്നിനോടുള്ള ഡിപ്പെൻഡൻസി കൂടുതലായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ എപ്പോഴും ഒരു നമുക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയറ്റ് എന്തും എടുക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിക്കഴിഞ്ഞാൽ മരുന്നുകളുടെ എണ്ണം കൂടുതൽ വേണ്ടി വരും, മരുന്നുകളുടെ പ്രവർത്തനം ക്രമേണ കുറഞ്ഞു വരും, ഈ പറയുന്ന ഇഞ്ചക്ഷൻസിലോട്ട് നേരത്തെ പോകേണ്ടി വരും, ഇഞ്ചക്ഷൻ തന്നെ പല പ്രാവശ്യങ്ങൾ എടുക്കേണ്ടി വരും. അപ്പൊ അതൊരു ഫാക്ടറാണ്. മധുരം കഴിവതും നമ്മൾ ഡെയിലി ബേസിൽ എന്തെങ്കിലും എടുക്കരുത് തന്നെയാണ് പറയുന്നത്. പിന്നെ എപ്പോഴും മരുന്ന് എടുക്കുന്ന രോഗികളാണെങ്കിൽ പ്രമേഹത്തിന്റെ അളവ് ഗ്ലൂക്കോമീറ്റർ വെച്ച് പരിശോധിച്ച് നോക്കുക. കാരണം നമുക്ക് എല്ലാവർക്കും എല്ലാ രോഗികൾക്കും എല്ലാ ഫുഡും ഒരുപോലെ ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. പല ഫുഡ് ഐറ്റംസും ഗ്ലൈസെമിക് ഇൻഡെക്സ് വെച്ചൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്.
എന്നിരുന്നാൽ പോലും പല രോഗികൾക്കും ചിലപ്പോൾ ചില ഫുഡ് ഐറ്റംസ് ഒരുപാട് ഷുഗർ സ്പൈക്സ് വരാറുണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ നമുക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്ത് ഒരു വീട്ടിൽ നിന്ന് നോക്കുന്ന രോഗികളുടെ ഒരു ഗുണം അവർക്ക് തന്നെ മനസ്സിലാവും ഇന്ന ഫുഡ് എടുക്കുമ്പോഴാണ് നമുക്ക് ഷുഗർ കൂടുന്നത്, അപ്പൊ ഇതിന് ഞാൻ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു നമുക്ക് ചില പുതിയ ടെക്നോളജീസ് ഒക്കെ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഷുഗർ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതികളുണ്ട്. കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത് കയ്യിലൊരു പാച്ച് പോലെ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മുടെ മൊബൈൽ സ്മാർട്ട് ഫോൺ കാണിക്കുമ്പോൾ നമുക്ക് ഷുഗറിന്റെ അളവ് അറിയാൻ പറ്റും. അപ്പൊ ഇത്തരം പരിശോധനകൾ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ മനസ്സിലാവും ഇന്ന ഫുഡ് ഐറ്റം ഇന്ന് മധുരം എടുത്തപ്പോൾ ഷുഗർ കൂടിയിട്ടുണ്ട്, ഇന്ന ഫുഡ് ഐറ്റം എടുത്തപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം ഈ പറയുന്ന സെൽഫായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള പരിശോധനകളിലൂടെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കൂടുതൽ നമുക്ക് സെൽഫായിട്ട് നമുക്ക് മനസ്സിലാകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്നതിനേക്കാളും അവർക്ക് തന്നെ ഈ ഫുഡ് എടുത്തപ്പോൾ കൂടി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തന്നെ ഒന്നുകിൽ അതിന്റെ പോർഷൻ സൈസ് കുറയ്ക്കും, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ വേണ്ടി അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ ഡിസ്പോൺസിന്റെ വയലൊക്കെ ആക്കും. സോ അത് എപ്പോഴും നമുക്ക് ലൈഫ് സ്റ്റൈലില് ടൈപ്പ് ഡയബറ്റീസിന് ഒരു മേജർ ഫാക്ടറാണ്. അത് ഇല്ലാതെ നമുക്ക് മരുന്നുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഏറ്റക്കുറച്ചുകൾ വരും. അത് ഈ പറയുന്ന പോലെ ചില ആൾക്കാർക്ക് പറയുന്നത് ചിലപ്പോൾ പെട്ടെന്ന് കുറഞ്ഞു പോകും, ചിലപ്പോൾ പെട്ടെന്ന് കൂടും. അപ്പൊ ഇതെല്ലാം ഈ നമ്മുടെ ബോഡിക്കകത്ത് ഇൻസുലിൻ ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡിനകത്തുള്ള ഷുഗറിന്റെ അളവ് നോക്കി അതനുസരിച്ച് അത് ബോഡി തന്നെ ബാലൻസ് ചെയ്ത് പോകും. നമ്മൾ പുറത്തുനിന്ന് മരുന്ന് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ബാലൻസ് പ്രോപ്പറായിട്ട് തിരിച്ചു വരണമെന്നില്ല. അപ്പോൾ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ എടുക്കുന്ന രോഗിയാണ്, ഒരു രാവിലെ 10 യൂണിറ്റാണ് ഇൻസുലിൻ എടുക്കുന്നതെങ്കിലും നോർമലി എടുക്കുന്നതിനേക്കാളും ഫുഡിന്റെ അളവ് കുറച്ചാണ് എടുത്തിട്ടാണ് ഇൻസുലിൻ 10 യൂണിറ്റ് എടുക്കുന്നത്, ചിലപ്പോൾ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകും. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പം ഒരു ഫുഡ് ഒരുപാട് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഷുഗർ സ്പൈക്കും വരും. സോ നമുക്ക് പ്രമേഹത്തിന്റെ പഞ്ചസാരയുടെ അളവ് എപ്പോഴും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് എടുക്കുന്ന മരുന്നിന്റെ അളവ്, രണ്ട് നമ്മൾ എടുക്കുന്ന ഫുഡിന്റെ അളവ്, പിന്നെ രണ്ടാമത് നമ്മുടെ അതിന്റെ വ്യായാമം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഫാക്ടേഴ്സ്. ഈവൻ നമ്മുടെ സ്ട്രെസ് ലെവൽസ് പോലും ഈ ഹോർമോൺസ് കാരണം ഷുഗറിന്റെ അളവിനെ ബാധിക്കാറുണ്ട്. ഇനി നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ടത്? അതിൽ ഈ മധുരം പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ളതാണോ, അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് അത് കഴിക്കുന്നത് നല്ലതാണോ? പിന്നെ കേട്ടിട്ടുള്ളത് ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ പ്രമേഹ രോഗികൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് കുഴപ്പമുള്ളതല്ല എന്നൊക്കെ കേൾക്കും. ഇതിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? എങ്ങനെയാണ് ഈ ഭക്ഷണ ക്രമീകരണം നടത്തേണ്ടത്? പലപ്പോഴും ഒരു ചോദിക്കുന്ന ചോദ്യമാണ് ഡയബറ്റിക് ഡയറ്റ് എന്താണ്, എന്ത് ഫുഡാണ് ഡയറ്റ് ചാർട്ട് തരിക എന്നുള്ളത്. അങ്ങനെ ഒരു എല്ലാവർക്കും ഒരേപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് ചാർട്ടില്ല, ഡയബറ്റിക് ചാർട്ട് എന്ന ചാർട്ടില്ല, ഡയറ്റ് ഇല്ല. നമുക്കതൊരു എപ്പോഴും ഒരു ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമുക്ക് എപ്പോഴും നമുക്കൊരു ഡയറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം, നമുക്കത് ലോങ് ടേം ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഞാനൊരു ഡയറ്റ് ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം അതിനുവേണ്ടി ഒരാഴ്ചത്തേക്ക് ഒരു മാസത്തേക്ക് ഫോളോ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ലോങ് ടേം അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള ഡയറ്റ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു പറയുന്ന ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ആ ഡയറ്റ് ചാർട്ടിൽ നമുക്ക് ഒരു അർത്ഥമില്ല. പ്രധാനമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ് അന്നജം അളവ് നിയന്ത്രിക്കുക. പ്രോസസ്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അത് പ്രത്യേകിച്ച് കുറയുക. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ തവിടുള്ള അരി ആയിരിക്കും കുറച്ചുകൂടി നമ്മൾ പ്രിഫർ ചെയ്യുക. അതുപോലെ നമുക്ക് മില്ലറ്റ്സ് ഇടയ്ക്ക് റാഗി പോലുള്ള മില്ലറ്റ്സ് നമുക്ക് ഒരു നേരം ഫുഡിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഇൻക്ലൂഡ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. മൾട്ടിപ്പിൾ സ്മോൾ പോർഷൻസ് ആയിട്ട് കഴിക്കുക. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, ഡിന്നർ, അങ്ങനെ 3 നേരത്തെ ഫുഡ് ഐറ്റംസിന് പകരം ഒരു 4-5 ടൈംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്കും ആ ഒരു ഇൻസുലിന്റെ ഷുഗറിന്റെ അളവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബെറ്റർ ആയിരിക്കും. അതുപോലെ പ്രോട്ടീൻ്റെ അളവ് അത്യാവശ്യം നമുക്ക് ഉണ്ടാവണം. ഫൈബർ ഉള്ള നാല് അടങ്ങിയ ഫുഡ് ഐറ്റംസ് അത്യാവശ്യം നമ്മുടെ ഇതിനകത്ത്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിനകത്ത് ഉണ്ടാവണം. അപ്പൊ അങ്ങനത്തെ ഒരു ബാലൻസ് ഡയറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക നമ്മുടെ ഡോക്ടേഴ്സുമായിട്ട്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഡയറ്റ് ലോങ് ടേം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡയറ്റ്, പ്രാക്ടിക്കലി ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് അതായിരിക്കണം എപ്പോഴും നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. കാരണം ഈ ഡയബറ്റീസ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ചികിത്സ മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അപ്പൊ അത് നമ്മുടെ ലൈഫ് സ്റ്റൈല് ലോങ് ടേം നമുക്ക് തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റില്ല. ഡാർക്ക് ചോക്ലേറ്റ്സ് പോലത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ലിമിറ്റഡ് അമൗണ്ട്സിൽ ഈ പറഞ്ഞ പോലെ എടുക്കാവുന്നതാണ്.
ആൻഡ് ഈ പറയുന്ന ഡയറക്ട് ഷുഗേഴ്സിലൊക്കെ ഷുഗർ നമുക്ക് പല രീതിയിലുള്ള ഷുഗർ പലരും ചോദിക്കുന്നതാണ്, നമുക്ക് ഈ ഹണി എടുക്കാവോ, ശർക്കര, കരിപ്പോട്ടി, ഇതൊക്കെ ഇതെല്ലാം പലതരം ഷുഗറിന്റെ വെറൈറ്റീസ് ആണ്. അതും ഈ പറയുന്ന ഷുഗേഴ്സ് കൂട്ടാറുണ്ട്. പലരും നമുക്ക് ഈ ചായയിലൊക്കെ നമുക്ക് നോർമൽ ഷുഗർ ആഡ് ചെയ്യുന്നതിന് പകരം നാട്ടുചക്കര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് യൂസ് ചെയ്യാം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഇതെല്ലാം പലതരം ഷുഗറിന്റെ വേരിയൻസ് ആയതുകൊണ്ട് ഇതൊന്നും നമുക്ക് ഡയറക്ട്ലി അല്ലെങ്കിൽ പ്രമേയമുള്ള രോഗികൾ യൂസ് ചെയ്യാൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ കുട്ടികൾക്കും ഈ പ്രമേഹം വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ കേസിൽ ഈ പ്രമേഹം വരുമ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു ചികിത്സ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എങ്ങനെയാണ്? കുട്ടികളിൽ നമ്മൾ പ്രമേഹം വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ഏത് പ്രമേഹങ്ങൾ വന്നു കഴിഞ്ഞാലും പ്രമേഹം പല തരമുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന 2 പ്രമേഹമാണ് ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. ടൈപ്പ് 1 പ്രമേഹം കൂടുതലായിട്ട് കുട്ടികൾ മാത്രമാണെന്നല്ല, പക്ഷെ കൂടുതലായിട്ട് കുട്ടികളിലാണ് കാണുന്നത്. അപ്പൊ കുട്ടികളിൽ പ്രമേഹം വരുമ്പോൾ നമ്മൾ എപ്പോഴും ടൈപ്പ് 1 ആണോ എന്നുള്ളതായിരിക്കും ആദ്യം നോക്കുന്നത്. പിന്നെ ഈ വണ്ണം കൂടുതലുള്ള കുട്ടികളിൽ ടൈപ്പ് 2 പ്രമേഹം കൂടുതലായിട്ട് ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് പലതരം വേറെ പ്രമേഹ കണ്ടീഷൻസ് ഉണ്ട്. ലൈക്ക് പാൻക്രിയാസിന്റെ പ്രശ്നങ്ങൾ വരുന്ന പ്രമേഹം, അതുപോലെ മോഡി എന്നൊക്കെ പറയുന്ന മെച്ചൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിസ് ഒക്കെ എന്നൊക്കെ പറയുന്ന ചിലതെല്ലാം വേറെ തരത്തിലുള്ള പ്രമേഹാവസ്ഥകളും ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും കുട്ടികളിലെ ഏതൊരു പ്രമേഹ രോഗിക്കും ആപ്ലിക്കബിൾ ആണ്, പക്ഷെ കുട്ടികളിൽ പ്രത്യേകിച്ച് നമുക്ക് ഇത്തരം എന്ത് ടൈപ്പ് ഓഫ് പ്രമേഹമാണെന്നുള്ളത് നമ്മൾ നേരത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നിർത്തുന്നതായിരിക്കും. അത് കൂടാതെ ടൈപ്പ് 1 പ്രമേഹമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈഫ് ലോങ് ഇൻസുലിൻ വേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അതിന് പ്രത്യേക ടെസ്റ്റുകൾ, ആന്റിബോഡി ടെസ്റ്റുകൾ പോലത്തെ ടെസ്റ്റുകൾ വേണ്ടി വരാം. അതെല്ലാം നോക്കിയിട്ട് അവരുടെ ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻസുലിൻ ആണെങ്കിൽ തന്നെ നമുക്ക് ഇൻസുലിൻ ഒരു നേരം മാത്രം വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല ടൈപ്പ് 1 ഡയബറ്റീസ്. പലപ്പോഴും നമുക്ക് ഒരു 3 times 4 times ഒക്കെ ഇൻസുലിൻ എടുത്താൽ മാത്രമേ ടൈപ്പ് 1 ഡയബറ്റീസ് കൺട്രോൾ ആവാൻ പറ്റുന്നത്. കുട്ടികളാകുമ്പോഴത്തേക്കും അതിൻ്റെയുള്ള ചലഞ്ചസ് ഉണ്ട് അവർക്കും. അപ്പോ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ നമുക്ക് പ്രമേഹം കണ്ടുപിടിച്ച ദിവസം മുതൽ ലൈഫ് ലോങ് ഇൻസുലിൻ തന്നെ വേണ്ടി വരും. ഒന്നുകിൽ നമുക്കത് ഇഞ്ചക്ഷൻ ആയിട്ട് നമുക്ക് ഈ പല പ്രാവശ്യമായിട്ട് ഈ പെൻ വെച്ചിട്ടോ അല്ലെങ്കിൽ സിറിഞ്ച് വെച്ചിട്ടോ എടുക്കാം. ഇപ്പൊ പുതുതായിട്ട് നമുക്ക് ഇൻസുലിൻ പമ്പ്സ് അവൈലബിൾ ആണ്. പമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചെറിയൊരു ട്യൂബ് വഴി നമുക്ക് ചെറിയൊരു ഒരു ഡിവൈസ് വഴി നമുക്ക് കൊടുക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. അപ്പൊ അതൊക്കെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള പ്രമേഹ രോഗികൾ, കുട്ടികൾക്ക് ഏറ്റവും ഒരു അനുകൂലമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഇൻസുലിൻ പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതും ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള ആണ്. ഇൻസുലിൻ എന്തായാലും നമ്മുടെ ബോഡിക്ക് എത്തണം. ടൈപ്പ് 1 ഡയബറ്റീസിന് ബോഡി സ്വന്തമായിട്ട് ഇൻസുലിൻ പ്രോപ്പറായിട്ട് ഉത്പാദിപ്പിക്കുന്നില്ല. ഒന്നുകിൽ അത് ഇഞ്ചക്ഷനുടെ പുറത്തുനിന്ന് ഇഞ്ചക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസുലിൻ പമ്പായിട്ട് നമ്മൾ കൊടുക്കുക. അപ്പൊ അതായിരിക്കും ടൈപ്പ് 1 ഡയബറ്റീസ് രോഗികളിൽ നമ്മൾ പ്രധാനമായിട്ടും കുട്ടികളിൽ അഡ്വൈസ് ചെയ്യുക. അതിന്റെ കൂടെ ഈ പറയുന്ന ഡയറ്ററി അഡ്വൈസസും എക്സസൈസും ഒക്കെ അഡ്വൈസ് ചെയ്യാം. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ അഡൽട്സ് കാണുന്ന പോലത്തെ ട്രീറ്റ്മെന്റ് തന്നെ ആയിരിക്കും. അവർക്കും മരുന്നുകൾക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ ഒരു പരിധി കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് അവർക്കും ഇൻസുലിനിലോട്ട് പോകേണ്ടി വന്നേക്കാം. ഇപ്പൊ അവർക്കും ഈ ലൈഫ് സ്റ്റൈൽ ഒരു മേജർ ഫാക്ടറാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ കണ്ടുവരുന്നൊരു പ്രവണതയുണ്ട്, പ്രത്യേകിച്ച് യുവാക്കളിൽ ഈ വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായി ഷുഗർ കട്ട് ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുന്നൊരു കാര്യമാണ്. അത് പ്രാവർത്തികമാക്കാറുമുണ്ട്. അതിൽ ഈ മധുരം പൂർണ്ണമായും ഒഴിവാക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ പോയിട്ട് അവർ പറയുന്ന ഒരു ഡയറ്റ് എന്നൊക്കെ പറയുമ്പോൾ മധുരം ഒഴിവാക്കണം, ഷുഗർ കട്ട് എന്നുള്ളതിലേക്കൊക്കെയാണ് പോകുന്നത്. ഇത് ശരിക്കും നല്ലതാണോ? എത്രത്തോളം അത് ശരീരത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്? ഷുഗർ കട്ട് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, അത്തരം ഈ പഞ്ചസാര, തേൻ, ശർക്കര, ഈ പറയുന്ന ബേക്കറി ഐറ്റംസ്, അത്തരം ഈ ഷുഗേഴ്സ് ഒക്കെ ഒഴിവാക്കുന്നതുകൊണ്ട് ആരോഗ്യം നല്ലത് തന്നെയാണ്. നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത ഫുഡ് ഐറ്റംസിന് കിട്ടും. അതുകൂടാതെ ഇപ്പം ഇതിലൊക്കെ പോകുന്നവരാണെങ്കിൽ പ്രോട്ടീനിന്റെ, ഇപ്പൊ നോർമലി ഒരാൾക്ക് ഒരു പ്രോട്ടീനിന്റെ റിക്വയർമെന്റ് 1.2 grams per അവരുടെ ബോഡി വെയിറ്റിന്റെ ഒരു 1.2 times ആയിരിക്കും വേണ്ടി വരും ഏകദേശം. അപ്പൊ ജിമ്മിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ അതിന്റെ അളവ് കുറച്ചുകൂടെ കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പം പ്രോട്ടീൻ ഇൻടേക്ക് അത്യാവശ്യം എടുക്കുക. ഇത് ഫൈബർ ഇൻടേക്കിന്റെ ഒരു നാരടങ്ങിയ ആഹാരത്തിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പെട്ടെന്ന് ഷുഗർ സ്പൈക്സ് വരത്തില്ല. ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്ന തരം ഫുഡ് ഐറ്റംസ് ആണ്. അപ്പം ഡയറക്ട് ഷുഗേഴ്സ് അവോയ്ഡ് ചെയ്യുന്നപ്പോഴും നല്ലത് തന്നെയാണ്. അത് പ്രാവർത്തികമാക്കാൻ ലോങ് ടേം ആയിട്ട് അങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റുന്നവർക്ക് ആരോഗ്യത്തിന് എപ്പോഴും നല്ലത് തന്നെയാണ്.
അതുപോലെ തന്നെ ഈ നമ്മൾ ഈ കടകളിൽ പോയി ഓരോ ഭക്ഷണ പാക്കറ്റൊക്കെ നോക്കുമ്പോൾ അതിൽ മിക്കവാറും ഈ ഷുഗർലെസ് എന്നൊക്കെ അതിനകത്ത് എഴുതി കാണിക്കാറുണ്ട്. അതിൻ്റെ അനുസരിച്ച് പ്രത്യേകിച്ച് ഈ ബ്രൗൺ ഷുഗർ പോലെയൊക്കെ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഈ പഞ്ചസാരയുടെ തന്നെ ഈ ബ്രൗൺ ഷുഗറൊക്കെ വൈറ്റ് ഷുഗറിനേക്കാളും കുറച്ചുകൂടി നല്ലത്, അല്ലെങ്കിൽ ആരോഗ്യത്തിന് നല്ലത് ബ്രൗൺ ഷുഗർ ആണ് എന്നൊക്കെയുള്ളൊരു ധാരണയുണ്ട്. അത് എത്രത്തോളം അത് ശരിയാണ്? അങ്ങനത്തെ ഭക്ഷണങ്ങൾ, ഈ ഷുഗർലെസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ അതും നല്ലതാണോ? അത് ഈ പറഞ്ഞതുപോലെ ഷുഗർ കുറയ്ക്കാൻ അല്ലെങ്കിൽ പ്രമേഹം വരാതിരിക്കാനുള്ളൊരു സാധ്യത തന്നെ ഉണ്ടോ അതിൽ? ഈ ഷുഗർലെസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഈ ഷുഗർലെസ് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം ഷുഗർലെസ് ആവണമെന്നില്ല. ഷുഗറിൽ തന്നെ പലതരം വേരിയൻസിൽ ഇപ്പൊ ആഡ് ചെയ്തേക്കാം. പിന്നെ അല്ലാതെ നമുക്ക് ഡയബറ്റിക് സപ്ലിമെന്റ്സ് ആയിട്ട് പലതും വരുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ആഡ് ചെയ്യുന്ന ഈ മധുരത്തിന് വേണ്ടി ആഡ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് ഷുഗർ കൂട്ടുന്ന ഐറ്റംസ് പൊതുവെ അല്ല. അപ്പൊ അത്തരം ഐറ്റംസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് ലിമിറ്റഡ് ആയിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഈ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കണം. അതായത് ഓരോ ഫുഡ് ലേബിൾസ് എന്ന് പറയുന്നത്, ഫുഡ് ലേബിൾസിനകത്ത് നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് കണ്ടന്റ്സ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് അത് മനസ്സിലാവും. ആ ഫുഡ് ലേബിൾസിനകത്ത് എന്താണ് അടങ്ങി നോക്കുമ്പോഴത്തേക്കും നമുക്കത് ശരിക്കും അത് ഷുഗർലെസ് തന്നെയാണോ, അത് ഈ പറയുന്ന ഇതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം അവർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. വളരെ നന്ദി ഡോക്ടർ. എന്തായാലും പ്രമേയം എന്നുള്ളൊരു വിഷയത്തിൽ നമ്മൾ ഒരുപാട് സംശയങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അതിൻ്റെ ചികിത്സാ രീതികൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകുകയായിരുന്നു കിംസ് ഹെൽത്ത് എൻഡോക്രൈനോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അഖിൽ കൃഷ്ണ. ഡോക്ടർ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. ഡോക്ടർ ഹിയർ പരിപാടി പൂർണ്ണമാകുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.